ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുവാണ്. നോക്കിക്കോളൂ, ശ്രദ്ധിച്ചോളൂ. നമുക്ക് ഫസ്റ്റിലെ പഠിക്കാനുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്തിനെ കുറിച്ചാണ്? സെറ്റ്സ് എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് അല്ലേ? തൊട്ടു പേന ഒന്നില്ല, നോക്കാം. സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ കുറിച്ചാണ് ഫസ്റ്റിലെ നമുക്ക് ഫോക്കസ് ഏരിയയ്ക്ക് പഠിക്കാനുള്ളത്. ഫോക്കസ് ഏരിയയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനായിട്ടില്ല. അതിന് കുറച്ച് കാര്യങ്ങൾ. എന്താണ് സെറ്റ്സിനെ കുറിച്ച്? സെറ്റ്സ് എന്തുവാണ്? സെറ്റ്സ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റുകളുടെ ഒരു വെൽ ഡെഫിനിഷൻ ആയിട്ടുള്ള കളക്ഷനെ പറയുന്ന പേരാണ് എന്ത്? സെറ്റ്സ് എന്ന് പറയുന്നത്. സെറ്റ്സ് വെൽ ഡെഫിനിഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ സെറ്റ്സ് നമുക്ക് വിളിക്കാനായിട്ട് പറ്റത്തില്ല. എല്ലാവർക്കും വെൽ ഡെഫിനിഷൻ ആയിരിക്കണം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ. നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളിലേക്ക് വരാൻ ശ്രദ്ധിച്ചോളൂ. അപ്പം സെറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. ഇറ്റ്സ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റുകളുടെ എന്താണ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷനെ പറയപ്പെടുന്ന പേരാണ് എന്ത്? സെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് വിഷയമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? ദ ഡേഞ്ചറസ് ആനിമൽസ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന ഒരു സെറ്റ് ആണോ? ദ ഡേഞ്ചറസ് ആനിമൽസ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന സെറ്റ് ആണോ അല്ലയോ? ഓക്കെ, നമ്മൾ സത്യം പറയുന്നത് സെറ്റ് ആണോ? അത് സെറ്റ് അല്ല. കാരണം എന്തുകൊണ്ടാണ് സെറ്റ് അല്ല എന്ന് പറയാനുള്ള കാരണം? നമ്മൾ ആദ്യം കാരണം മനസ്സിലാക്കി വെക്കണം. സെറ്റ് അല്ല എന്ന് പറയാനുള്ള എന്തുകൊണ്ടാ? നമ്മൾ പറഞ്ഞു ഒരു വെൽ ഡെഫിനിഷൻ ഉണ്ടായിരിക്കണം. എന്ത്? സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ എന്തുണ്ടായിരിക്കും? വെൽ ഡെഫിനിഷൻ ഉണ്ടായിരിക്കണം. ഇത് വെൽ ഡെഫിനിഷൻ ഇല്ല. കാരണം ചിലപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പാറ്റ എന്ന് പറയുന്ന ഒരു ആനിമൽ, അതിപ്പം എനിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഡേഞ്ചർ അല്ലായിരിക്കും, പക്ഷെ എന്റെ കൂടെ നിൽക്കുന്ന മറ്റൊരു വ്യക്തിക്ക് അത് ഡേഞ്ചറാണ്. അപ്പൊ എല്ലാവർക്കും ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ചിലർക്ക് പാമ്പിനെ പേടിയുള്ളവർ, എല്ലാവർക്കും ഉള്ളതാണ്, എന്നാൽ ചിലർക്ക് പേടിയില്ലാത്തവർ കാണുമല്ലോ. അപ്പം എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റത്തില്ല. ചിലവർക്ക് ഡേഞ്ചർ ആയിരിക്കും ആനിമൽ, ചെറിയ ആനിമൽസ് ഡേഞ്ചർ ആയിരിക്കും, ചിലർക്ക് അത് ഡേഞ്ചർ അല്ലായിരിക്കും. സോ നമുക്ക് വെൽ ഡിഫൈൻ ചെയ്യാണ്ട് എന്ത് ചെയ്തില്ല, പറ്റത്തില്ല. സോ അതുകൊണ്ട് അതെന്തല്ല, ഒരു വെൽ ഡെഫിനിഷൻ അല്ലാത്തതുകൊണ്ട് അതെന്തല്ല, സെറ്റ് അല്ല. ഓക്കെ, അപ്പൊ ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെറ്റിനകത്ത് ഫോക്കസ് ഏരിയയ്ക്ക് പഠിക്കാൻ ഒന്നാമത്തെ കാര്യം സെറ്റ്സ് ആൻഡ് ദിയർ റെപ്രസെന്റേഷൻ. സെറ്റ്സും അതിന്റെ റെപ്രസെന്റേഷനും കുറിച്ചാണ് ആദ്യം പഠിക്കാനുള്ളത്. രണ്ടാമത് പഠിക്കാനുള്ളത് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്, സബ്സെറ്റിനെ കുറിച്ച് പഠിക്കാറുണ്ട്. മൂന്നാമത് പഠിക്കാനുള്ളത് ഓപ്പറേഷൻസ് ഓൺ സെറ്റിനെ കുറിച്ചാണ്. നാലാമത് പഠിക്കാനുള്ളത് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. ലാസ്റ്റ് പഠിക്കാനുള്ളത് പ്രാക്ടിക്കൽ പ്രോബ്ലത്തെ കുറിച്ചാണ്. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ പഠിക്കാനുള്ളത്? നമുക്ക് സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പൊ സെറ്റ് എന്താ മനസ്സിലായി? ഒരു വെൽ ഡെഫിനിഷൻ ഉള്ള ഒരു സാധനം. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ് എന്ന് പറയുന്നത് സെറ്റ്സ് എന്ന് പറയപ്പെടുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ബാക്കി കാര്യത്തിലേക്ക് വരാം. സെറ്റ്സിന്റെ റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് റെപ്രസെന്റേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നാച്ചുറൽ നമ്പർ ഒരു സെറ്റ് ആണ് അല്ലേ? കാരണം ഒരു വെൽ ഡെഫിനിഷൻ ഉണ്ട്. 1 തൊട്ട് അറ്റ് ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സിന്റെ ഒരു കളക്ഷൻ ആണ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. സോ നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? ഒരു സെറ്റ്സ് ആണ്. വെൻ ഡയഗ്രാം നമ്മുടെ ഫോക്കസ് ഏരിയയ്ക്കകത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ സെറ്റ്സ് ആണ്. അപ്പൊ നാച്ചുറൽ നമ്പർ നമ്മൾ റെപ്രസെന്റ് ചെയ്ത ലെറ്റർ ആണ് ക്യാപിറ്റൽ എൻ. നാച്ചുറൽ നമ്പർ റെപ്രസെന്റ് ലെറ്റർ എന്താണ്? ക്യാപിറ്റൽ എൻ ആണ്. ക്യാപിറ്റൽ എൻ നമ്മൾ സൈഡിൽ ഇങ്ങനെ ചെറിയൊരു എന്താണ് ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ ഒരു വരയൊക്കെ കൊടുക്കും കേട്ടോ പറയുവാണെങ്കിൽ. പക്ഷെ നമ്മൾ അങ്ങനെ പറയപ്പെടുന്നില്ല. നമ്മൾ എന്ത് പറയുന്നു? ക്യാപിറ്റൽ എൻ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, നമ്മൾ അങ്ങനെ എഴുതി പഠിച്ചാലും മതി. ക്യാപിറ്റൽ എൻ നമ്മൾ റെപ്രസെന്റ് എന്തിനെയാണ്? നാച്ചുറൽ നമ്പേഴ്സിനെയാണ്. ക്യാപിറ്റൽ ആർ എന്തുവാണ്? റിയൽ നമ്പേഴ്സ് ആണ്. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഇസഡ് എന്ന് വെച്ചാൽ ഇൻഡിജേഴ്സ് ആണ്. അപ്പൊ ഈ സിമ്പിൾസ് ഒന്ന് നോക്കി വെച്ചേക്കണം. ഡബ്ല്യു എന്ന് വെച്ചാൽ ഹോൾ നമ്പേഴ്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സിമ്പിൾസ് നോക്കി വെക്കുന്ന നല്ലതാണ്. കാരണം നമുക്ക് റിലേഷൻസിന് ഉപകാരപ്പെടും, സെറ്റ്സിനകത്തും എന്ത് ചെയ്യുന്നതാണ്? ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. എന്തെന്ന് പറഞ്ഞാൽ ഈ സിമ്പിൾസ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. നോക്കിയാണല്ലോ, എൻ എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സിന് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ആർ എന്ന് വെച്ചാൽ എന്തിന് റെപ്രസെന്റ് ചെയ്യുന്നതാണ്? റിയൽ നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇസഡ് എന്ന് വെച്ചാൽ ഇൻഡിജേഴ്സിന് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇൻഡിജേഴ്സിന് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ അത്രയും കാര്യത്തിനകത്ത് ആർക്കും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇത് കഴിഞ്ഞ ഉടനെ പ്രീവിയസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കണം. അപ്പം കണ്ടോണ്ടിരിക്കുന്ന വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമുക്ക് എന്താ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നുണ്ട്. ഈ പറഞ്ഞ 5 ചാപ്റ്റേഴ്സിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതനുസരിച്ച് നമുക്ക് നോക്കുന്നതായിരിക്കും. അപ്പൊ മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുമെന്ന് വിശ്വാസമുണ്ട്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ദെൻ നമുക്ക് ബാക്കിയൊക്കെ തിരിച്ചു വരാം. നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ള കാര്യമാണ് സബ്സെറ്റ്. എന്താണ് സബ്സെറ്റ്? സബ്സെറ്റ് അറിയാം. നമുക്കിപ്പോ ഒരു സെറ്റ് ഡെഫിൻ ചെയ്യുകയാണെങ്കിൽ സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1,2 രണ്ട് എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് ആണ് എങ്കിൽ അതിന്റെ സബ്സെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഓരോ എലമെന്റ്സിനെ നമ്മളിങ്ങനെ മാറ്റി റെപ്രസെന്റേഷൻ ചെയ്യുന്നത് സബ്സെറ്റ്. എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? 5 എല്ലാ സെറ്റിന്റെയും ഒരു സബ്സെറ്റ് ആണ്. 5 ഈസ് എ സബ്സെറ്റ് ഓഫ് ഓൾ സെറ്റ്. എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ് 5.
ഫൈ എഴുതുമ്പോൾ മക്കളെ നമ്മൾ ശ്രദ്ധിച്ചോണം. കാരണം വെച്ചാൽ ഫൈ എഴുതുമ്പോൾ ചിലർക്ക് ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഫൈനെ ഫൈ എന്നും റെപ്രസെന്റ് ചെയ്യും, അതിനും വീണ്ടും ഒരു സെറ്റ് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കും. ഇത് തെറ്റാണ്, ഓർത്ത് വെച്ചോണേ. ഇത് എന്താണ്? തെറ്റായിട്ടുള്ള കാര്യമാണ് ഈ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കോണേ, തെറ്റാണ് ഇത്. കാരണം എന്തുകൊണ്ടാ? ഫൈക്ക് ഒന്നെങ്കിൽ ഈ ഒരു സിമ്പിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ബ്രാക്കറ്റ് മാത്രം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക, അല്ലാതെ രണ്ടും കൂടി ഇട്ട് റെപ്രസെന്റ് ചെയ്യരുത്. പലർക്കും ഒരു പരീക്ഷ കാണുമ്പോൾ വെപ്രാളപ്പെട്ട് ചെയ്തു പോകുന്ന മിസ്റ്റേക്കുകളാണ്, അത് ശ്രദ്ധിച്ചോണം, തെറ്റായി വെക്കരുത്. ഓക്കെ, അപ്പം എല്ലാ സെറ്റിന്റെയും ഒരു സബ്സെറ്റ് ആണ് ഫൈ എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നമുക്ക് ഇങ്ങോട്ട് പോകാം. ഫൈ കഴിഞ്ഞാൽ അടുത്ത് എന്ത് വരും? സെറ്റ് 1 വരും, സെറ്റ് 2 വരും, സെറ്റ് 1,2 വരും. ഇത്രയും കാര്യം ആർക്കും സംശയമൊന്നുമില്ല. എന്തെന്ന് പറഞ്ഞാൽ സബ്സെറ്റ് എഴുതുന്നത്. സബ്സെറ്റിന്റെ കാര്യം മനസ്സിലായി. വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ് പവർ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ, പവർ സെറ്റിനെ എഴുതുക എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പവർ സെറ്റിനെ എഴുതുന്നത് എങ്ങനെയാ? സബ്സെറ്റുകളെ വീണ്ടും ഒരു സെറ്റിനകത്ത് നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ, സബ്സെറ്റിനെ നമ്മൾ വീണ്ടും ഒരു സെറ്റിനകത്ത് നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കുന്ന പേരാണ് പവർ സെറ്റ് ഓഫ് എ. എയുടെ സബ്സെറ്റ് ആണെങ്കിൽ, എയുടെ പവർ സെറ്റ് ആണെങ്കിൽ പി ഓഫ് എ, ബിയുടെ പവർ സെറ്റ് ആണെങ്കിൽ പി ഓഫ് ബി, സിയുടെ പവർ സെറ്റ് ആണെങ്കിൽ പി ഓഫ് സി. നോക്കി വെച്ചേക്കണേ, പവർ സെറ്റിന് വേണമെങ്കിൽ ചോദ്യം വരാം. സബ്സെറ്റിന്റെ ഒരു കളക്ഷൻ ആണ് എന്ത്? പവർ സെറ്റ്. ഒരു പ്രത്യേക ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും ചോദ്യം വന്നിരിക്കാം. ഓക്കെ, നമുക്ക് എഴുതുന്നത് നല്ലതായിരിക്കുമല്ലോ. അപ്പൊ നമ്മുടെ സബ്സെറ്റുകളുടെ ഒരു കളക്ഷനെ പറയപ്പെടുന്ന പേരാണ് മക്കളെ എന്ത്? പവർ സെറ്റ് ഓഫ് എ അല്ലെങ്കിൽ പി ഓഫ് എ എന്ന് പറയും. എന്താണ്? പി ഓഫ് എ. ഈ ബി എന്ന സെറ്റിനാണെങ്കിൽ പി ഓഫ് ബി എന്ന് പറയും. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്. ഓക്കെ, കറക്റ്റ് ആണ്, കമന്റ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് ഇനി അടുത്ത നോക്കാനുള്ള കാര്യം, ഈ സബ്സെറ്റ് ചേട്ടനുണ്ടല്ലോ, ഈ സബ്സെറ്റ് ചേട്ടനെ കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. 2 എലമെന്റ്സ് ആണ് എങ്കിൽ, എത്ര എലമെന്റ്സ് ആണെങ്കിൽ എത്ര എലമെന്റ്സ് ആയിക്കോട്ടെ, സബ്സെറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു വെക്കുന്ന ഒരു ഫോർമുലയുണ്ട്. എല്ലാവരും അങ്ങ് മനപ്പാടമാക്കി വെക്കുക. എന്താണ് ഇക്വേഷൻ? 2n. എന്ന് വെച്ചാൽ എന്തുവാ? നമ്പർ ഓഫ് എലമെന്റ്സ്. n ഈസ് എ നമ്പർ ഓഫ് എലമെന്റ്സ്. മാറിപ്പോവല്ലോ. എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് എന്ന് വെച്ചാൽ നമുക്ക് അപ്പൊ ഇക്വേഷൻ ഓക്കെ ആയി. എന്ത് കണ്ടുപിടിക്കുന്നത്? സെറ്റ് കണ്ടുപിടിച്ചു നമ്പർ ഓഫ് എലമെന്റ്സ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ് പ്രോപ്പർ സബ്സെറ്റ്? പ്രോപ്പർ സബ്സെറ്റ് എന്ന് വെച്ചാൽ ആ നമ്മുടെ പവർ സെറ്റിനകത്ത് എന്ത് കാണത്തില്ലടാ, ഫൈ എന്ന് പറഞ്ഞ ചേട്ടൻ കാണാത്ത സെറ്റിനെ വിളിക്കുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റ്. ഓക്കെ, നമ്മുടെ പവർ സെറ്റിൽ നിന്നും എന്തിനെ കളയുന്നു? നമ്മുടെ ഫൈനെ അങ്ങ് കളയുന്നതിന് പറയുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റ്. അപ്പൊ നമ്മുടെ സബ്സെറ്റിന്റെ എണ്ണം കാണുന്ന ഫോർമുല നമ്മൾ പഠിച്ചു. എന്താ ഫോർമുല? 2n. ഫോർമുല പഠിച്ചു. എന്താണ്? 2n. സിമ്പിൾ അല്ലേ? ഓക്കെ ആണ്. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് നമുക്ക് തന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മുടെ സബ്സെറ്റിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കുകയാണ്, നമ്മുടെ കയ്യിൽ എന്തുണ്ട്? സെറ്റിനകത്ത് ഒരു 3 എലമെന്റ്സ് ഉണ്ട്. നിന്റെ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? n. നമ്പർ ഓഫ് എലമെന്റ്സ് 3 ഉണ്ട് എങ്കിൽ ആ എലമെന്റ്സ് വെച്ച് എനിക്ക് രൂപീകരിക്കാൻ പറ്റുന്ന സബ്സെറ്റുകളുടെ എണ്ണം എന്താണ്? 2/3 അല്ലെ? 2n ഇക്വേഷൻ. അപ്പൊ ഇക്വേഷൻ എഴുതുന്ന കാര്യം മറക്കരുത്. The number of subset equal to 2n then will be equal to 2/3. എന്തോ 2/3 ചെയ്യാൻ അറിയാത്ത ആരും കാണത്തില്ലല്ലോ. 2/3. 2നെ എത്ര വട്ടം മൾട്ടിപ്ലൈ ചെയ്യണം? 3 വട്ടം. 2 × 2 × 2 എത്ര കിട്ടും? 8 എന്ന് കിട്ടും. സോ 2/3 = 8. പെർഫെക്റ്റ്. പഠിച്ചു കഴിഞ്ഞു അല്ലേ? 2n എന്ത് കണ്ടുപിടിക്കുന്നതാ? സബ്സെറ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല പഠിച്ചു കഴിഞ്ഞു. സബ്സെറ്റ് ആണെന്ന ഫോർമുല എന്തുവാ? 2n ആണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. സോ 2n, n-ന്റെ സ്ഥാനം നമുക്ക് എന്ത് കൊടുക്കാം? 3 കൊടുക്കാം. സോ 2³ നമുക്ക് എന്തെന്ന് കിട്ടും? 8 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി പ്രോപ്പർ സബ്സെറ്റിന്റെ എണ്ണം എത്ര ആയിരിക്കും മക്കളെ? അങ്ങനെയാണ് ഈ പ്രോപ്പർ സബ്സെറ്റിന്റെ എണ്ണം എത്ര? ഉറപ്പായിട്ടും ക്വസ്റ്റ്യനിൽ പ്രോപ്പർ സബ്സെറ്റ് എന്ന് മെൻഷൻ ചെയ്തിരിക്കും. അല്ല ഒരു ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല പ്രോപ്പർ സബ്സെറ്റ് മെൻഷൻ ചെയ്തില്ലെങ്കിൽ ചോദ്യം വരത്തില്ല. മക്കളെ നിങ്ങൾ ചോദിച്ചു എങ്കിൽ ഈ 3 എലമെന്റ്സ് ഉള്ള സെറ്റിലെ പ്രോപ്പർ സബ്സെറ്റിന്റെ എണ്ണം എത്രയായിരിക്കും? കറക്റ്റ് ആണ്, 7. നമുക്ക് പറഞ്ഞു ടോട്ടൽ സബ്സെറ്റിന്റെ എണ്ണം നമുക്ക് കിട്ടി 8 എന്ന്. പ്രോപ്പർ സബ്സെറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1 കുറച്ചാൽ മതിയുടെ. അപ്പൊ 8 - 1 എത്ര എന്ന് കിട്ടും? 8 - 1 നമുക്ക് 7 എന്ന് കിട്ടും. സോ 7 ആണ് നമ്മുടെ ആൻസർ. കറക്റ്റ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. പ്രോപ്പർ സബ്സെറ്റ് വെച്ച് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദ്യം വന്നിട്ടുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളിലെ എക്സാമിനേഷന് വേണ്ടി. ഓക്കെ, അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് നോക്കിയതിനു ശേഷം മാത്രം ചെയ്യുക. അവർ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എന്താണ് ഓർമ്മ ശരിയാണെങ്കിൽ ഇങ്ങനെയായിരുന്നു, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഈക്വൽ ടു 63. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് അങ്ങനെ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ പ്രോപ്പർ സബ്സെറ്റ് ആണ്. ഇക്വേഷൻ 2n - 1 അങ്ങനെ വേണമെങ്കിൽ പഠിച്ചു വെക്കാം. അല്ലെങ്കിൽ നമുക്ക് പഠിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. സബ്സെറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കുക, അതിൽ നിന്നും എന്തിനെ അങ്ങ് മൈനസ് ചെയ്യുക? 1നെ അങ്ങ് മൈനസ് ചെയ്യുക. പെർഫെക്റ്റ് അല്ലേ? സബ്സെറ്റ് മനസ്സിലായി കാണുമല്ലോ, ചെയ്യാൻ അറിയാമായിരിക്കുമല്ലോ. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതി വെക്കുക? സബ്സെറ്റിനെ നമ്മളുടെ ഓരോ സെറ്റിന്റെയും റെപ്രസെന്റേഷൻ ആണ് സബ്സെറ്റ് ആയിട്ട് വരുന്നത്. സെറ്റ് 1,2 എന്ന് പറയുന്ന എലമെന്റ്സിനകത്ത് എത്ര സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും? 4 സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. 5.
എല്ലാ സെറ്റും അതിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. പഠിച്ചു വെച്ചേക്കണം. എല്ലാ സെറ്റും അതിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. എല്ലാ ഫൈയും എല്ലാ സെറ്റിന്റെയും ഒരു സബ്സെറ്റ് ആയിരിക്കും. രണ്ട് കാര്യങ്ങൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫൈ എന്ന് പറഞ്ഞാൽ എല്ലാ സെറ്റിന്റെയും ഒരു സബ്സെറ്റ് ആയിരിക്കും. പിന്നെയോ ആ സെറ്റ് എല്ലാ സെറ്റിന്റെയും ഒരു സബ്സെറ്റും ആയിരിക്കും. അപ്പൊ സബ്സെറ്റ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് ഈ അടുത്ത പഠിക്കാനുള്ള കാര്യങ്ങളാണ് എന്ത്? ഓപ്പറേഷൻസ് ഓഫ് സെറ്റ്. ഓപ്പറേഷൻസ് ഓഫ് സെറ്റിനെ കുറിച്ചും പഠിക്കാനുണ്ട്, കോംപ്ലിമെന്റിനെ കുറിച്ചും പഠിക്കാനുണ്ട്. ഓക്കെ, ഓപ്പറേഷൻസ് ഓഫ് സെറ്റിനെ കുറിച്ചും പഠിക്കാനുണ്ട്, പിന്നെ എന്തിനെ കുറിച്ചും പഠിക്കാനുണ്ട്? കോംപ്ലിമെന്റ്സിനെ കുറിച്ചും പഠിക്കാനുണ്ട്. നമുക്കറിയാം ഓപ്പറേഷൻസ് ഏതൊക്കെയാണുള്ളത്. യൂണിയൻ ഉണ്ട്, ഇന്റർസെക്ഷൻ ഉണ്ട്, മൈനസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഓപ്പറേഷൻസ് അല്ലെ. ഓപ്പറേഷൻ ഏതൊക്കെയാണ്? യൂണിയൻ ഉണ്ട്, ലോകളുണ്ട്. ലോ എന്തുവാ? കമ്മ്യൂട്ടേറ്റീവ് ലോ ഉണ്ട്. എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ. അസോസിയേറ്റീവ് ലോ ഉണ്ട്. എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ഇവിടെ ബ്രാക്കറ്റ് മാറി മാറി വരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരുപാട് അങ്ങനെ എന്ത് ലോസുകളും നോക്കാനുണ്ട്. ആ ലോയങ്ങൾ നിങ്ങൾ നോക്കിയേക്കണം നമ്മുടെ ചാപ്റ്റേഴ്സിനകത്ത്. ദെൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഇക്വേഷൻസ്, അതായത് എന്തൊക്കെ ഫോർമുലാസ് പറഞ്ഞത്? യൂണിയൻ ഉണ്ട്. യൂണിയൻ അറിയാമല്ലോ. നമുക്ക് രണ്ട് സെറ്റുകൾ തരുന്നു, നമുക്ക് പഠിക്കാം. രണ്ട് സെറ്റ് തരുന്നു. ക്യാപിറ്റൽ എ ഈക്വൽ ടു സെറ്റ് 1,2 അല്ലെങ്കിൽ ക്യാപിറ്റൽ ബി ഈക്വൽ ടു സെറ്റ് 3,4. ഇങ്ങനെ രണ്ട് സെറ്റുകൾ തരികയാണെങ്കിൽ ആ രണ്ട് സെറ്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് ഇത് യൂണിയൻ എന്ന് പറയുന്നത്. സോ എ യൂണിയൻ ബി. എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് എന്ത് ചെയ്താൽ മതി? ഒരുമിപ്പിക്കുക. രണ്ട് സെറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യാം? ഒരുമിപ്പിക്കുക. പക്ഷെ അപ്പൊ ശ്രദ്ധിക്കണം, ഒരുമിപ്പിക്കുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആ ഒരുമിപ്പിക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും എലമെന്റ്സ് റിപ്പീറ്റ് ആണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് എഴുതി വെക്കരുത്. ഏതെങ്കിലും ഒറ്റവട്ടം എഴുതാവും. ഇവിടെ അങ്ങനെ റിപ്പീറ്റഡ് ഒന്നുമില്ല. സോ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1 2 3 4. ഓക്കെ, ഹരികൃഷ്ണൻ ചോദിച്ചപ്പോൾ തന്നെ നമ്മുടെ ലോയുടെ നെയിം പഠിക്കണമെന്ന് ചോദിച്ചാൽ ലോയുടെ നെയിം നിങ്ങൾ പഠിച്ചേക്കണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ അവർ പറയുകയാണ് ടു ഷോ ദാറ്റ് ഫോർ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഒരു രണ്ടാം സെറ്റിന് ശേഷം പറയുകയാണ് നിങ്ങൾ ഷോ ചെയ്യണം. എന്തിനെ? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഈക്വൽ ആണ്, കണ്ടീഷൻ കറക്റ്റ് ആണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഷോ ചെയ്യണം എന്ന് ചോദ്യം ചോദിച്ചാൽ എന്ത് ചെയ്യും? നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്താ അറിയണം, എങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ലോയുടെ നെയിം പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യൻ ഏത് രീതി വേണമെങ്കിലും അധ്യാപകർക്ക് ഇടാം. നമ്മൾ ശ്രദ്ധിച്ചു വേണം കേട്ടോ. അപ്പൊ എ യൂണിയൻ ബി നമുക്ക് മനസ്സിലായി. എന്താണ് അത്? തമ്മിൽ ഉള്ള രണ്ട് സെറ്റോ രണ്ടിലധികം സെറ്റുകളോ തന്നാൽ ആ സെറ്റുകളെ കമ്പൈൻ ചെയ്ത് അങ്ങ് എഴുതുക. സോ അതാണ് നമ്മൾ പറയുന്നത് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ് ഇന്റർസെക്ഷൻ. എ ഇന്റർസെക്ഷൻ ബി. അതായത് രണ്ട് സെറ്റിനകത്ത് കോമൺ ആയിട്ട് എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ട് എങ്കിൽ അതിനെ പറയപ്പെടുന്ന പേരാണ് ഇന്റർസെക്ഷൻ. അപ്പൊ നമ്മുടെ ഇവിടെ തന്നിരിക്കുന്ന എയിലും ബിയിലും കോമൺ ആയിട്ട് യാതൊരു എലമെന്റും ഇല്ല. ഉണ്ടോ? ഒരു കോമൺ എലമെന്റ്സും ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ഇന്റർസെക്ഷൻ എന്തായിരിക്കും? 5 നൾ സെറ്റ്. അവിടെ എന്തില്ല? കോമൺ ആയിട്ട് ഒരു എലമെന്റ് ഇല്ല. പക്ഷേ കോമൺ ആയിട്ട് എലമെന്റ്സ് വരുന്ന സാഹചര്യങ്ങളും ഉണ്ട്. കോമൺ ആയിട്ട് എലമെന്റ്സിന്റെ സാഹചര്യങ്ങളുണ്ട്. അവിടെ നമുക്ക് ആ കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സെറ്റ് പി എന്ന് പറഞ്ഞാൽ 1, സെറ്റ് ക്യൂ എന്ന് പറഞ്ഞാൽ 1,2. ഇങ്ങനെ രണ്ട് സെറ്റുകളാണ് നമുക്ക് തരുന്നതെങ്കിൽ ആ രണ്ട് സെറ്റിന്റെ ഇന്റർസെക്ഷൻ, അതായത് പി ഇന്റർസെക്ഷൻ ക്യൂ എന്ന് വെച്ചാൽ രണ്ടിലും എന്തായിട്ട് വരുന്നത്? കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് എന്തുവാ? 2 1 അല്ലേ? രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് എന്താ? 1. അപ്പം കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സിന്റെ ക്വസ്റ്റ്യൻസും കാണും, കോമൺ ആയിട്ട് വരാത്തതും കാണും. കോമൺ ആയിട്ട് വന്നില്ല എങ്കിൽ എന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. കോമൺ ആയിട്ട് വന്നില്ലെങ്കിൽ എന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. നൾ സെറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണേ, എങ്ങനെയാണ്? രണ്ടും കൂടി ഇട്ട് വെക്കരുത്. ഫൈയും എന്തും കൂടി ഇട്ടരുത്. ആ സെറ്റ് ബ്രാക്കറ്റും ഇട്ട് വെക്കരുത്. ഏതെങ്കിലും ഒരെണ്ണം വെച്ച് മാത്രമേ റെപ്രസെന്റ് ചെയ്യാവുള്ളൂ. മറന്ന് പോകരുത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഓപ്പറേഷൻസിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞു. കോംപ്ലിമെന്റ് ഉണ്ട്. എന്താ കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും അതിനെ മൈനസ് ചെയ്യുക എന്ന പ്രോസസ്സിനെ പറയപ്പെടുന്ന പേരാണ് കോംപ്ലിമെന്റ്. എന്താ മക്കളെ കോംപ്ലിമെന്റ്? കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ അതിൽ നിന്നും അതിനെ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുന്ന പ്രോസസ് ആണ് കോംപ്ലിമെന്റ്. യൂണിവേഴ്സൽ സെറ്റ് U ഈക്വൽ ടു സെറ്റ് 1 2 3 4. ഇതാണ് എ എന്ന് പറയുന്ന സെറ്റ്. എന്താണ്? 1 2 ആണ്. അപ്പം എന്താണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് വെച്ചാൽ 1 2 3 4 ആണ്. എ എന്താണ്? 1,2 ആണെങ്കിൽ നമുക്ക് എന്ത് കാണണം? എ കോംപ്ലിമെന്റ് കാണണം. കോംപ്ലിമെന്റ് എന്തുവാണ്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എന്ത് ചെയ്യുക? എ മൈനസ് ചെയ്യുക. യു മൈനസ് എ. അപ്പൊ നമുക്ക് മൈനസ് പഠിക്കാൻ പറ്റും. യു മൈനസ് എ. എങ്ങനെ യു മൈനസ് എ ചെയ്യുന്നത്? എങ്ങനെയാ യു മൈനസ് എ ചെയ്യുന്നത്? യുവിലും എയിലും കോമൺ ആയിട്ട് വരുന്നതിനെ യുവിൽ നിന്നും കട്ട് ചെയ്ത് കളയുക. യുയിലും എയിലും കോമൺ ആയിട്ട് വരുന്നതിനെ എവിടുന്ന് കട്ട് ചെയ്ത് കളയുക? യുയിൽ നിന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് യുയിലെ ബാക്കി എലമെന്റ്സിനെ എഴുതി വെക്കുക. യുയിലും എയിലും കോമൺ ആയിട്ട് വരുന്ന 1ഉം 2ഉം പോയി ബാക്കി എന്ത് കിട്ടും? നമുക്ക് ഉത്തരമായിട്ട് 3 4 എന്ന് കിട്ടും. ആൻസർ. ഓക്കെ,
Then okay ആണല്ലോ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എന്തിനെ മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ എയെ മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എയെ മൈനസ് ചെയ്യുന്നത് നമ്മൾ എന്തിനെ കളയുക യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും നമ്മൾ എയെ മൈനസ് ചെയ്യുക എങ്ങനെ എയെ മൈനസ് ചെയ്യുന്നത് യൂണിവേഴ്സൽ സെറ്റിലും എന്തിലും എയിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ് എന്താണോ അതിനെ യുവിൽ നിന്നങ്ങ് എടുത്തു കളഞ്ഞേക്കുക അതിനുശേഷം യുവിൽ എലമെന്റ്സിനെ എഴുതി വെക്കുക ഇനി ഡിഫറൻസ് കാണാൻ വേണ്ടിയുണ്ട് ഈ കോംപ്ലിമെന്റ് പഠിച്ചല്ലോ എന്ത് ചെയ്യുക യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് കളയുന്നതിനെ നമുക്ക് കോംപ്ലിമെന്റ് എന്ന് പറയുക അത് മാത്രമല്ല നമുക്ക് എന്തും പഠിക്കാനുണ്ട് ഡിഫറൻസിനെ കുറിച്ചും പഠിക്കാനുണ്ട് ഇതിനെ കുറിച്ചാണ് ഡിഫറൻസിനെ കുറിച്ച് നമുക്ക് ഡിഫറൻസിനെ കുറിച്ച് നോക്കാം നമുക്ക് രണ്ട് സെറ്റുകൾ തരികയാണെങ്കിൽ ആ രണ്ട് സെറ്റിന്റെ ഡിഫറൻസ് കാണാൻ വേണ്ടി ഫോർമുലാസ് ഉപയോഗിക്കാം അപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് ഒരു 1 2 5 ആണ് ബി എന്ന് പറയുന്ന സെറ്റ് 2 6 ആണ് ഇതിന്റെ എന്ത് കാണണം മൈനസ് കാണണം എ മൈനസ് ബി കണ്ടുപിടിക്കണം എന്ത് കണ്ടുപിടിക്കണം എ മൈനസ് ബി കണ്ടുപിടിക്കണം എ എന്ന് പറഞ്ഞ സെറ്റ് എന്താണ് 1, 2, 5 ബി എന്ന് പറഞ്ഞ സെറ്റ് 2, 6 ആണെങ്കിൽ എങ്ങനെയായിരിക്കും മക്കളെ എ മൈനസ് ബി കണ്ടുപിടിക്കുന്നത് എന്ന് പറയാവോ എങ്ങനെയാ എ മൈനസ് ബി ഉത്തരം കിട്ടുന്നത് നമ്മൾ മൈനസ് കാണുന്നത് എങ്ങനെയാണ് എയിൽ നിന്നും ബി എ മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യാം കട്ട് ചെയ്ത് കളയുക എന്നിട്ട് എവിടത്തെയുള്ള എലമെന്റ്സിനെ എഴുതേണ്ടത് എയിലെ എലമെന്റ്സിനെ എഴുതേണ്ടത് അപ്പം എയിലും ബിയിലും കോമൺ 2 ഉണ്ട് ആ 2നെ കളയുക 6നെ നോക്കുകയേ ചെയ്യരുത് ആ 2നെ കളയുക ശേഷം എന്ത് എഴുതുക 1, 5 ആൻസർ ഈസ് 1, 5 ശ്രദ്ധിച്ചോണേ എവിടെ ഉള്ളതിനെ കളയേണ്ടത് എയിലും ബിയിലും എയിൽ നിന്നും ബിയിനെ മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളതിനെ എയിൽ നിന്നും അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം എയിലെ എലമെന്റ്സ് എന്താണോ അതങ്ങ് എന്ത് ചെയ്യുക എഴുതി വെക്കുക എന്നാണ് നമ്മുടെ പെർഫെക്റ്റ് ഉള്ള ആൻസർ ചിലപ്പോൾ നമ്മൾ തെറ്റ് വന്ന് ബിയിലെ എലമെന്റ് കൂടെ എഴുതി വെക്കും അങ്ങനെ എഴുതി വെക്കരുത് തെറ്റാണ് ഓക്കെ ഇവിടെ ഓരോ മാർക്കിനും ഇവിടെ എന്തുള്ളതാണ് വിലയുള്ളതാണ് കാരണം ആ ഓരോ മാർക്കുമാണ് നിങ്ങൾ എന്തിനെ കൂട്ടുന്നത് പെർസെന്റേജിനെ കൂട്ടുന്നത് നമുക്ക് എന്തായാലും അപ്പൊ നമ്മുടെ കോംപ്ലിമെന്റ് കേസും കഴിഞ്ഞു ഓപ്പറേഷൻസ് കഴിഞ്ഞു അവസാനത്തെ സെക്ഷൻ ആണ് നമ്മുടെ പ്രാക്ടിക്കൽ പ്രോബ്ലം അതിൽ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ഇക്വേഷൻ ആണ് എന്താ നമ്മുടെ ഇക്വേഷൻ ഓർമ്മ കാണുമല്ലോ ഇക്വേഷൻ എന്തായിരുന്നു n ഓഫ് a യൂണിയൻ b ഈക്വൽ ടു ഇപ്പോഴെങ്കിലും പഠിച്ചോണം കേട്ടോ n ഓഫ് a യൂണിയൻ b ഈക്വൽ ടു n ഓഫ് a പ്ലസ് n ഓഫ് b മൈനസ് n ഓഫ് a ഇന്റർസെക്ഷൻ b സിമ്പിൾ അല്ലേ ഇക്വേഷൻ സിമ്പിൾ അല്ലേ എന്തോ ഇക്വേഷൻ n ഓഫ് a യൂണിയൻ b ഈക്വൽ ടു n ഓഫ് a പ്ലസ് n ഓഫ് b മൈനസ് n ഓഫ് a ഇന്റർസെക്ഷൻ b വളരെ സിമ്പിൾ അല്ലേ വളരെ സിമ്പിൾ ആണല്ലോ ഓക്കെ ഹരികൃഷ്ണൻ നമുക്ക് b മൈനസ് യുടെ ആൻസർ കമന്റ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ആണ് കേട്ടോ b മൈനസ് യുടെ ആൻസർ 6 ആണ് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് എന്തായിരുന്നു 2 ആയിരുന്നു 2 നെ കളഞ്ഞിട്ട് b യിലുള്ളതിനെ മാത്രം എഴുതുക b മൈനസ് a ആണ് കണ്ടുപിടിക്കുന്നത് എങ്കിൽ നേരത്തെ ഞാൻ ഇട്ട ക്വസ്റ്റ്യൻ കേട്ടോ then അപ്പോൾ നമുക്ക് നോക്കാം n ഓഫ് a യൂണിയൻ b യുടെ വാല്യൂ എന്താണ് n ഓഫ് a യൂണിയൻ b ഈക്വൽ ടു n ഓഫ് a പ്ലസ് n ഓഫ് b മൈനസ് n ഓഫ് a ഇന്റർസെക്ഷൻ b വളരെ സിമ്പിൾ അല്ലേ ഇക്വേഷൻ സിമ്പിൾ ആണല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ ഇതേ ഇക്വേഷന്റെ ഒരു മോഡിഫിക്കേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ എവിടെ പഠിക്കുന്നുണ്ട് പ്രോബബിലിറ്റി എന്ന ചാപ്റ്റർ അതൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട് ഓർമ്മ കാണുമായിരിക്കും പ്രോബബിലിറ്റി പഠിച്ചവർക്കാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോസ് എല്ലാം അപ്ലോഡ് കിടക്കുന്നതാണ് പ്രോബബിലിറ്റി അതിനെ കുറിച്ച് പഠിപ്പിച്ചേക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മതി നമ്മൾ ഓൾറെഡി ഒരു എന്തിനകത്താ നമ്മുടെ പ്രോബ്ലത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഡിഫറൻസ് ഒരു സെക്ഷൻ നമുക്ക് ഇവിടെ ഫോക്കസ് ഏരിയ കൊടുത്തിട്ടില്ല മേ ബി ചോദ്യം വന്നുകൂടാന്നില്ല നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഫോക്കസ് ഏരിയയും ചോദിക്കാം നോൺ ഫോക്കസ് ഏരിയയുടെയും എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് വരാം അങ്ങനെ ഉണ്ട് ഫോക്കസ് ഏരിയയും വരും നോൺ ഫോക്കസ് ഏരിയയും വരും അപ്പൊ നോൺ ഫോക്കസ് ഏരിയ എന്തെങ്കിലും ചെറുത് വരുമ്പോൾ അതിനെ കുറിച്ച് ഡിഫറൻസ് ചോദിച്ചേക്കാം നോൺ ഫോക്കസ് ഏരിയ എഴുതുന്നതും പറഞ്ഞാൽ മാർക്കുകളൊന്നുമില്ല അതിന് മാർക്ക് കിട്ടുന്നതാണ് ഓക്കെ ശ്രദ്ധിച്ചേക്കണേ അപ്പൊ ഓക്കെ ആണല്ലോ അപ്പൊ നമ്മുടെ കാര്യത്തിൽ നമുക്ക് വരാം അപ്പൊ എന്താണ് നമ്മുടെ n ഓഫ് a യൂണിയൻ b ഈക്വൽ ടു n ഓഫ് a പ്ലസ് n ഓഫ് b മൈനസ് n ഓഫ് a ഇന്റർസെക്ഷൻ b ഞാൻ പറഞ്ഞു വന്നതല്ല അപ്പൊ അവന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അങ്ങോട്ട് ഞാൻ തിരിഞ്ഞു വന്നതാണ് നമ്മുടെ പ്രോബബിലിറ്റിക്ക് ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട് ഇതിന്റെ ഒരു മോഡിഫിക്കേഷൻ ആയിട്ട് എന്തോ ഇക്വേഷൻ p ഓഫ് a യൂണിയൻ b ഈക്വൽ ടു p ഓഫ് a പ്ലസ് p ഓഫ് b മൈനസ് p ഓഫ് a ഇന്റർസെക്ഷൻ b ഓക്കെ ആണല്ലോ പെർഫെക്റ്റ് ആണല്ലോ ആ ഇക്വേഷൻ മറന്നു പോകരുത് കേട്ടോ മാക്സിമം ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ വിട്ടുപോകരുത് കൂട്ടുകാരിലേക്ക് പറ്റുന്നവരൊന്നും ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സ്കൂൾ ഗ്രൂപ്പ് ഒക്കെ ഉള്ളതല്ലേ മാക്സിമം ഷെയർ ചെയ്യുക സ്റ്റാറ്റസ് ആക്കാൻ പറ്റുന്നവരൊന്ന് സ്റ്റാറ്റസ് ആക്കി വെച്ചേക്കുക ഒരു ഉപകാരം അവർക്കൂടെ ആയിക്കോട്ടെ കണ്ടുകൊണ്ടിരിക്കുന്നവര് വരുന്നവരാണ് എങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇതുപോലെ ഓരോ ചാപ്റ്റേഴ്സിന്റെയും ലൈവായിട്ട് നമുക്ക് എത്താൻ പറ്റുന്നതാണ് AP Pix മലയാളം എന്ന് പറയുന്ന ആള് പേജ് എനിക്കറിയില്ല എന്തായാലും ഇവിടെ വന്നേക്കുന്ന കമന്റ്സിന്റെ നെയിം ഞാൻ വായിക്കുന്നത് കേട്ടോ അപ്പൊ അതിനകത്ത് വന്നേക്കുന്ന ഇക്വേഷൻ കറക്റ്റ് ആണ് കേട്ടോ p ഓഫ് a യൂണിയൻ b ഈക്വൽ ടു p ഓഫ് a പ്ലസ് p ഓഫ് b മൈനസ് p ഓഫ് a ഇന്റർസെക്ഷൻ b കറക്റ്റ് ആൻസർ ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നതാണ് പ്രോബബിലിറ്റി പഠിക്കുന്നതാണ് എന്തായാലും ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ
അപ്പോൾ നമ്മൾ സെറ്റ്സിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. സെറ്റ്സിന്റെ റെപ്രസെന്റേഷൻ പഠിച്ചു വെച്ചേക്കണം, മറക്കരുത്. സെറ്റ്സ് എന്താണെന്നുള്ള കാര്യം പഠിച്ചേക്കണം. സെറ്റ്സ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റുകളുടെ വെൽ ഡെഫിനിഷൻ ആയിട്ടുള്ള കളക്ഷനെ പറയപ്പെടുന്ന പേരാണ് എന്ത്, സെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു 2-3 എക്സാമ്പിൾ തന്നതിന് ശേഷം ഇതിനകത്ത് സെറ്റ്സ് അല്ലാത്തത് ഏത് എന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കാം. സെറ്റ്സ് അല്ലാത്ത ഏതെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് ഓരോരുത്തർ അവരുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് വരും കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്ന കാര്യം നിങ്ങൾ മറക്കുകയേ ചെയ്യരുത്. ഫോക്കസ് ഏരിയ ബേസ്ഡോ നോൺ ഫോക്കസ് ഏരിയ വേണ്ട, ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് പഠിക്കാം. പെർഫെക്റ്റ് എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ചെയ്ത് പഠിക്കുക. ഓക്കെ, രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് എന്തായിരുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സബ്സെറ്റ് ആണ്. സബ്സെറ്റ് നമ്മൾ ഒരു ഫോർമുല പഠിച്ചു. വാട്ട് ദ ഫോർമുല, എന്തായിരുന്നു ആ ഫോർമുല, 2n. സബ്സെറ്റിന്റെ എണ്ണം കാണുന്ന ഫോർമുല എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുക. n എന്ന് വെച്ചാൽ എന്തുവാ, നമ്പർ ഓഫ് എലമെന്റ്സ്. എന്താണ് നമ്പർ ഓഫ് എലമെന്റ്സ്. എന്തോ പ്രോപ്പർ സബ്സെറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ പവർ സെറ്റിനകത്ത് എന്ത് മൈനസിനെ കളയപ്പെടുന്നതിന് പറയപ്പെടുന്ന പേരാണ്, മൈനസിനെ കളയപ്പെടുന്നതിന് പറയുന്ന പേരാണ് എന്ത്, പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. 2n നിന്നും ഒന്നിനെ കളയുക, അതിനെ പറയുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ, പെർഫെക്റ്റ് ആണല്ലോ, വിഷയമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് എന്ത്, കോംപ്ലിമെന്റും അതുപോലെ തന്നെ ഇന്റർസെക്ഷന്റെയും അതുപോലെ എന്തിനാണ് യൂണിയന്റെയൊക്കെ ഇക്വേഷൻസും കാര്യങ്ങളും. അവസാനം പഠിച്ചത് ഓപ്പറേഷൻസ്. ഓപ്പറേഷൻ ഏതാ, n of a union b equal to n of a plus n of b minus n of a intersection b. മുകളിൽ എഴുതി വെച്ചേക്കൊണ്ട് മറന്നു പോകരുതേ, പഠിക്കണ ഇക്വേഷൻ പഠിച്ച് പെർഫെക്റ്റ് ആയിട്ട് വെച്ചേക്കണം. പെർഫെക്റ്റ് നമ്മളിപ്പോ ഞാൻ പറഞ്ഞു പോകുന്ന കാരണം ഈ ലൈവിൽ എത്ര പേര് അറ്റൻഡ് ചെയ്യുന്നില്ല, ഇനി ഈ വീഡിയോസ് കാണുന്നില്ല. നമ്മൾ ഓൾറെഡി വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടും യൂട്യൂബിനകത്ത്. അത് വീണ്ടും കാണുന്നത് ആരാണ് എങ്കിലും അത് പഠിച്ചു പോകുക. നമുക്ക് പഠിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. പറയുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ നമ്മൾ പെർഫെക്റ്റ് പഠിച്ചു പോകുക. കയ്യിലൊരു ബുക്ക് കാണുമെന്ന് വിശ്വസിക്കുന്നു, പേന കാണുമെന്ന് വിശ്വസിക്കുന്നു. എഴുതി വെക്കുക. നമ്മൾ ഇനി പോകുന്നത് നമ്മൾ എങ്ങോട്ടാണ്, ക്വസ്റ്റ്യനിലേക്കാണ്. സോ ആ പേനായി കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ എന്താണ് പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റത്തില്ല എങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് നിങ്ങൾക്ക് ഈ ലൈവ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു പോർഷൻ എത്തിയ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും മതി. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കാനുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കുക. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാം. സെറ്റിന്റെ കൺസെപ്റ്റ് കഴിഞ്ഞു. ഈ കൺസെപ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ ഫോക്കസ് ഏരിയയിലെ കൺസെപ്റ്റ് കംപ്ലീറ്റഡ് ആയി. പെർഫെക്റ്റ് ആണല്ലോ, ആർക്കും സംശയങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ സെറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമുക്ക് എല്ലാവരും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. പഠിച്ചു കഴിഞ്ഞേക്കണം. പെർഫെക്റ്റ് എന്ന് ഉദ്ദേശിച്ചാൽ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് മാത്രമല്ല, നിങ്ങൾ പഠിച്ചു എന്നായിരിക്കണം. അപ്പൊ അത്രയും പറഞ്ഞ കാര്യം എല്ലാവരും മനസ്സിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതേ ക്വസ്റ്റ്യൻസ് എല്ലാ പരീക്ഷയ്ക്കും ചോദ്യമായിട്ട് വരട്ടെ എന്ന് ഞാൻ ഇപ്പോഴേ തന്നെ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ മനസ്സിലാക്കി പോവുക. അതിലെ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ പരീക്ഷയ്ക്ക് വരുന്നതെന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. If u equal to set 1 2 3 4 5 6 7 8 9 and b equal to 3 4 5 6 7 and find ചെയ്യണം. നമ്മൾ രണ്ട് വാല്യൂസിനെ കണ്ടുപിടിക്കാൻ രണ്ട് മാർക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. 2 മാർക്ക് സൈഡിലാണ് മാർക്ക് ചെയ്തേക്കുന്നത്. എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്, എ യൂണിയൻ ബിനെ കണ്ടുപിടിക്കണം, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റിനെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഒരു ചെറിയൊരു കുഴപ്പമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എ വേണ്ടേ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യ സമയത്ത് എന്തോ വന്നതാണ്, ഞാൻ അത് നോക്കിക്കോട്ടെ. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ജസ്റ്റ് മിനിറ്റ്, എ എന്ന് പറയുന്ന സെറ്റ് സാധനം നമുക്ക് വേണമെന്നില്ല, നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഞാനത് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആ സെറ്റ് ഒന്ന് എടുത്തോട്ടെ. ടൈപ്പ് ചെയ്ത സമയത്ത് എന്തോ ഒരു ചെറിയൊരു എറണാകാണ്ട് കയറി വന്നതാണ്. ആ തന്നിരിക്കുന്ന PDF കറക്റ്റ് ആയിട്ട് എ യൂണിയൻ ബിയുടെ കാര്യങ്ങളൊന്നും കൊടുത്തു കണ്ടിട്ടില്ല. നമുക്ക് എന്തായാലും എ എന്ന് പറഞ്ഞ സാധനം ഞാനൊന്ന് ചെറുതായിട്ട് തന്നേക്കാം. നമുക്ക് എ എന്താണെന്ന് വെറുതെ ഞാൻ എഴുതരാം. എ എന്ന് വെച്ചാല് 3 4 8 9 ഇതാണ് എ എന്ന് പറഞ്ഞ സെറ്റ്. എ എന്ന് പറഞ്ഞ സെറ്റ് നമുക്ക് കിട്ടി. 3 4 8 9 ആണ്. നമുക്ക് പഠിച്ചാൽ മതി നമുക്ക്. ഓക്കെ, 3 4 8 9 ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. എ എന്ന് പറയുന്ന സെറ്റ് എന്താണ്, 3 4 8 9 ആണ്. അതിനകത്ത് എ എന്ന് പറഞ്ഞ സാധനം തന്നില്ല. എഴുത്ത് തമ്മിൽ ഒന്ന് വിട്ടുപോയതാണ്. നമുക്ക് എന്താ നോക്കാം. എ എന്ന് വെച്ചാൽ 3 4 8 9 എങ്കിൽ എ യൂണിയൻ ബി കാണണം. അപ്പൊ എനെ എന്തും കമ്പൈൻ ചെയ്താൽ മതി, ബി എ തമ്മിൽ കമ്പൈൻ ചെയ്താൽ പോലെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ യൂണിയൻ ബി കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഒരുപോലെ വരുന്ന നമ്പേഴ്സിനെ ഒരിക്കലും എഴുതി വെക്കട്ടെ. രണ്ടുകൂടെ റിപ്പീറ്റ് ചെയ്തു. ഒരുപോലെ വരുന്ന നമ്പേഴ്സിനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, 2 വട്ടം റിപ്പീറ്റ് ചെയ്ത് എഴുതി വെക്കരുത്. 3 4 2 വട്ടം വരുന്ന 3 4 2 വട്ടം എഴുതി വെക്കരുത്. നമുക്ക് എന്ത് കിട്ടും ഉത്തരം 3 4
5 6 7 8 9. ഇതാണ് എ യൂണിയൻ ബി. 3 4 5 6 7 8 9. സെറ്റ് ബ്രാക്കറ്റ് ഇടുന്ന കാര്യം ഒരിക്കലും മറന്നു പോകരുത്. എ യൂണിയൻ ബി ആയിക്കോട്ടെ, എ ഇന്റർസെക്ഷൻ ബി ആയിക്കോട്ടെ, എന്ത് കണ്ടുപിടിച്ചാലും എന്തിടുന്ന കാര്യം സെറ്റ് ബ്രാക്കറ്റ് ഇടുന്ന കാര്യം മറന്നു പോകരുത്. രണ്ടാമത്തെ ചോദ്യം എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എന്തിനെ മൈനസ് ചെയ്യണം? എ യൂണിയൻ ബി യെ മൈനസ് ചെയ്യണം. യൂണിവേഴ്സൽ നിന്ന് എന്തിനെ മൈനസ് ചെയ്യണം? എ യൂണിയൻ ബി യെ മൈനസ് ചെയ്യണം. എങ്ങനെ മൈനസ് ചെയ്യുന്നത് നോക്കിയേ. യൂണിവേഴ്സൽ സെറ്റ് എന്തുവാ? 1 2 3 4 5 6 7 8 9. അതിൽ നിന്നും 3 4 5 6 7 8 9 അങ്ങ് മൈനസ് ചെയ്യുക എന്ന് വെച്ചാൽ ബാക്കി നമുക്ക് എന്തായിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. എന്താ വരുന്നത്? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് 1 ഉം 2 ഉം സെറ്റ് 1, 2. എയിൽ നിന്നും നമ്മൾ എന്തിനെ മൈനസ് ചെയ്ത് കളഞ്ഞാല് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റിനെ നമ്മൾ മൈനസ് ചെയ്ത് കളഞ്ഞാല് നമുക്ക് വരുന്ന ആൻസർ എന്താണ്? 1, 2. എ യൂണിയൻ ബി എഴുതിയത് കറക്റ്റ് ആണ്. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എഴുതിയതും കറക്റ്റ് ആണ്. 1, 2. മറക്കരുത് എന്തിടുന്ന കാര്യം? സെറ്റ് ബ്രാക്കറ്റ് ഇടുന്ന കാര്യം മറക്കരുത്. സെറ്റ് ബ്രാക്കറ്റ് ഇടുമ്പോൾ വീണ്ടും ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താ മറ്റൊരു കാര്യം? ബ്രാക്കറ്റിന്റെ എണ്ണം കൂടി പോവുകയും ചെയ്യരുത്. ഞാൻ എഴുതിയപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി സെറ്റ് വീണ്ടും സെറ്റ് 1, 2 എന്ന് എഴുതി വെച്ചാൽ ഇത് തെറ്റാ. ഇതിന് വേറെ അർത്ഥമാ. ഓക്കെ, സെറ്റ് ബ്രാക്കറ്റ് നമ്മൾ ശ്രദ്ധിച്ചോണേ. നമ്മൾ സെറ്റ് ബ്രാക്കറ്റിനകത്ത് എഴുതുന്ന സമയത്ത് എന്ത് കൂടി പോവുകയും ചെയ്യരുത്. സെറ്റ് ബ്രാക്കറ്റിന്റെ ആ ബ്രാക്കറ്റിന്റെ എണ്ണവും കൂടുകയും ചെയ്യരുത്. കൂടിയാൽ മീനിങ് മാറി. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ എഴുതി വെക്കരുത്. അതും തെറ്റാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് വേണ്ടിയ കാര്യമാണ്. നിങ്ങൾക്ക് ഒരു ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാണ്? അത് തിരുത്താൻ വേണ്ടിയാ. പിന്നീട് ഒരിക്കലും ചെയ്യുകയേ ചെയ്യരുത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. ഇത് പെർഫെക്റ്റ് ആണല്ലോ. എ യൂണിയൻ ബിയും കണ്ടുപിടിച്ചു, എന്തും കണ്ടുപിടിച്ചു, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റും കണ്ടുപിടിച്ചു. അപ്പൊ രണ്ടും പെർഫെക്റ്റ് ആയിട്ട് ഈ ലൈവ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്ര എഴുതുമ്പോൾ കമന്റ് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം. If P and Q are two sets such that n of P equal to 12, n of Q minus P equal to 7, then which among the following is the value of n of P union Q? സത്യം പറഞ്ഞാല് ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് വെച്ച് ചെയ്യുന്ന അറിയാവോ? വെൻ ഡയഗ്രാം വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നില്ല. കാരണം എന്താണ്? ചോദിക്കുകയോ ചോദിക്കാതിരിക്കുകയും ചെയ്യാം. കാരണം ഇത് നമ്മൾ വെൻ ഡയഗ്രാം വെച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് വെൻ ഡയഗ്രാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ക്വസ്റ്റ്യനെ കുറിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ കുറച്ച് കോംപ്ലിക്കേറ്റ്, കണ്ടുപിടിക്കുക അല്ലാതെ തന്നെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. വെൻ ഡയഗ്രാം ഉണ്ടെങ്കിൽ സിംഗിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് വെൻ ഡയഗ്രാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ എന്താണെന്ന് ക്വസ്റ്റ്യൻ ആഡ് ചെയ്തൊക്കെ ഞാൻ കാണിച്ചു തന്നേക്കാം. വെൻ ഡയഗ്രാം എന്ന് വെച്ചാൽ മക്കൾ ഇത്രയേ ഉള്ളൂ. ഈ റെക്ടാംഗിൾ ചേട്ടനെ കണ്ടോ? അതിനെ വിളിക്കുന്ന പേരെന്താണ്? യൂണിവേഴ്സൽ സെറ്റ്. എന്തോ റെക്ടാംഗിൾ എന്ന് വെച്ചാൽ എന്തുവാണ്? യൂണിവേഴ്സൽ സെറ്റ് ആണ് റെക്ടാംഗിൾ എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് വരുന്ന ചെറിയ സർക്കിൾസ് ഉണ്ടല്ലോ, ഇതിനെ വിളിക്കുന്ന പേരാണ് സബ്സെറ്റ്. അഥവാ ചെറിയ സർക്കിൾസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സബ്സെറ്റ്. സോ ഫസ്റ്റ് സബ്സെറ്റ് ഞാൻ എന്ത് വിളിക്കുന്നു? പി എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ എന്ത് വിളിക്കുന്നു? ക്യൂ എന്ന് വിളിക്കുന്നു. ഓക്കെ, പി എന്നും വിളിക്കുന്നു, ക്യൂ എന്നും വിളിക്കുന്നു. അവർ പറഞ്ഞേക്കുന്ന ഓരോ കാര്യം നമുക്കൊന്ന് എഴുതി നോക്കാം. എൻ ഓഫ് പി എത്രയാണ്? 12. എൻ ഓഫ് പി എത്ര ഉള്ളത്? എൻ ഓഫ് പി ഇവിടം വരാം. ഈ കാണുന്ന പോർഷൻ ആണ് എൻ ഓഫ് പി. ഞാൻ ഈ കറുപ്പ് കൊണ്ട് മാർക്ക് ചെയ്യുന്നുണ്ടോ? ഈ ഒരു പോർഷൻ ആണ് എൻ ഓഫ് പി. അതിന്റെ വാല്യൂ ആണ് എത്രയാണ്? 12. എത്രയാണ്? 12. ഓക്കെ, ഇനി എൻ ഓഫ് ക്യൂ മൈനസ് പി. എന്തോ ക്യൂ മൈനസ് പി എന്ന് വെച്ചാൽ ക്യൂവിൽ നിന്നും, ക്യൂ എന്ന് വെച്ചിട്ടാണ് ക്യൂ 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 ക്യൂവിൽ നിന്നും എന്തിനെ കളയണം? പി യെ കളയണം. അങ്ങനെ ക്യൂവിൽ നിന്ന് പി യെ കളയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏത് പോർഷൻ ആണ്? ഈ പോർഷൻ ആണ്. ഈ പോർഷൻ ക്യൂവിനെ കളയും. ഇതാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാല് ക്യൂ മൈനസ് പി എന്ന് വെച്ചാൽ ക്യൂവിൽ നിന്നും പി യെ കളയുന്ന പോർഷൻ ഏതാണ്? ക്യൂ മൈനസ് പി. അപ്പൊ അതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 7 ആണ്. ഇതിന്റെ വാല്യൂ എത്രയാണ്? 7 ആണ്. 7 രണ്ടും മനസ്സിലായി. മറ്റേത് 12, ഇത് 7. അങ്ങനെയാണ് എങ്കിൽ എൻ ഓഫ് പി യൂണിയൻ ക്യൂ രണ്ടും ഒരുമിച്ച് വരുന്നത്. രണ്ടും ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി? എൻ ഓഫ് പി യൂണിയൻ ക്യൂ കാണാൻ വേണ്ടി എൻ ഓഫ് പി യൂണിയൻ ക്യൂ കാണാൻ എന്ത് ചെയ്താൽ രണ്ട് കൂട്ടിയാൽ പോരെ? 12 + 7 എത്ര കിട്ടും? 19. നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി, സോറി ഓപ്ഷൻ സി 19. പെർഫെക്റ്റ് അല്ലേ? അതായത് ഇത് എവിടെ ചെയ്യേണ്ടതാണ്? നമ്മുടെ വെൻ ഡയഗ്രാം എന്ന് പറയുന്ന ആ ചേട്ടനെ വെച്ച് ചെയ്യേണ്ടതാണ്. പക്ഷെ വെൻ ഡയഗ്രാം എന്ന സാധനം നമുക്ക് എന്തില്ല? നമ്മുടെ ഫോക്കസ് ഏരിയയിൽ അവർ തന്നിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം കേട്ടോ. നമുക്ക് എങ്ങനെയാ ചെയ്യേണ്ടത്? എൻ ഓഫ് പി തന്നപ്പോൾ എൻ ഓഫ് പി എത്രയാണ്? 12. എൻ ഓഫ് പി വെച്ചാൽ ഞാൻ വരച്ച പോർഷൻ ആണ് കേട്ടോ. മൊത്തം ഒന്ന് കരുതി വെക്കരുത്. എൻ ഓഫ് പി എന്ന് ഞാൻ ബ്ലാക്ക് കൊണ്ട് ഇങ്ങനെ സൈഡാണ് വരച്ചിട്ടില്ലേ? ആ ഒരു പോർഷൻ ആണ് നമ്മുടെ എൻ ഓഫ് പി എന്ന് പറയുന്നത്. എൻ ഓഫ് ക്യൂ മൈനസ് പി അത് ഞാൻ ഗ്രീൻ വെച്ച് കാണിച്ചിട്ടുണ്ട്. അത് നോക്കണം. അതാണ് നമ്മുടെ എൻ ഓഫ് ക്യൂ മൈനസ് പി എന്ന് പറഞ്ഞത്. അപ്പൊ അത് രണ്ട് വാല്യൂ ഉണ്ട് എങ്കിൽ അതിന്റെ എന്ത് യൂണിയൻ ആയിരിക്കും?
എൻ ഓഫ് പി യൂണിയൻ ക്യൂ തമ്മിൽ കൂട്ടിയാൽ മതി. 12 + 7 19. ഓക്കെ, പെർഫെക്റ്റ് ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം നമ്മുടെ എവിടത്തെയാണ്? പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലെ ഒരു ചോദ്യമാണ്. എവിടത്തെയാണ്? പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലെ ഒരു ചോദ്യം. ഏതാ ചോദ്യം നോക്കിയേ. ഇൻ എ സർവേ. നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലം വായിക്കുമ്പോൾ ഓരോന്നും വായിച്ച് അതിനകത്ത് അറിയാവുന്ന കാര്യം അങ്ങനെ എഴുതി പോകാം. അതിനാണ് എഴുതാൻ പറഞ്ഞത്. ആ എഴുതുന്ന മാർക്കുണ്ടേ. നമ്മൾ എഴുതി വെക്കുന്ന അവസാനം ആൻസറിനാണോ മാർക്ക് കിട്ടുന്നത്? അല്ല, നമ്മൾ എഴുതി വെക്കുന്ന ഓരോ സ്റ്റെപ്പിനുമാണ് മാർക്ക്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക? മാക്സിമം അതൊന്ന് ചെയ്തു കൊണ്ടുവരിക. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമ്മള് ഫോക്കസ് ഏരിയ കൊണ്ട് നിങ്ങൾ പേടിക്കുക ഒന്നും വേണ്ട. ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ സാധനം എൻ ഓഫ് ക്യൂ ഏതാണ്? എൻ ഓഫ് ക്യൂ എൻ ഓഫ് ക്യൂവും അത് തന്നെയാണ്. ഈ ഒരു പോർഷൻ തന്നെ ചോദിച്ചു തിരിച്ച് സ്ലൈഡിലേക്ക് തിരിച്ചു വന്നു. ആ മെസ്സേജ് കളയാൻ തോന്നുന്നു. എൻ ഓഫ് ക്യൂ ഈ പോർഷൻ ആണ്. ആ ഗ്രീൻ ചെയ്തിരിക്കുന്ന അതേ പോർഷൻ തന്നെ നമ്മൾ എൻ ഓഫ് ക്യൂ എന്ന് വിളിക്കുന്നത് കേട്ടോ. അല്ലാതെ ഇത് മൊത്തം അല്ല എൻ ഓഫ് ക്യൂ. മനസ്സിലാക്കിക്കോണേ. ആ ഗ്രീൻ ചെയ്തിരിക്കുന്ന ആ പോർഷൻ ആണ് എൻ ഓഫ് ക്യൂ. എൻ ഓഫ് ക്യൂ മൈനസ് ബി അത് തന്നെയാണ്. എൻ ഓഫ് ക്യൂ അത് തന്നെയാണ്. ഓക്കെ, നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. ഇൻ എ സർവേ ഓഫ് 600 സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ. ഒരു സ്കൂളിൽ 600 കുട്ടികളുണ്ട്. അപ്പൊ അവിടെ എന്തുവാ? എൻ ഓഫ് എ യു, എൻ ഓഫ് യു, എൻ ഓഫ് യു, എൻ ഓഫ് യു എത്രയാണ്? 600. എൻ ഓഫ് യു കിട്ടി 600 ആണ്. എഴുതി വെച്ചു. മാർക്കാണേ, വെറുതെ എഴുതുന്നതല്ല, ഒരു മാർക്കാണ് നിങ്ങൾക്ക്. അടുത്തത് 150 സ്റ്റുഡൻസ് വി ആർ ഫൗണ്ട് ടു ടേക്കൻ ടി. 150 കുട്ടികൾ. അപ്പൊ ടി നമുക്ക് ടി എന്ന് ക്യാപിറ്റൽ ചെയ്യുന്നത്. അപ്പൊ എൻ ഓഫ് ടി, ടി എടുക്കുന്നവർ കുടിക്കുന്ന ടി ഉണ്ടല്ലോ. എത്ര പേരാണ്? 150 പേര്. 225 പേര്. ടി യൂണിയൻ സി അല്ല, ടി യൂണിയൻ സി അല്ല. 600 എന്ന് വെച്ചാൽ ടി യൂണിയൻ സി അല്ല. പഠിച്ചു വെച്ചേക്കണേ, മാറിപ്പോലെ. ടി യൂണിയൻ സി അല്ല 600. എൻ ഓഫ് യു ആണ് 600. എൻ ഓഫ് യു ഇൻ എ സർവേ ഓഫ് 600 സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ എന്ന് വെച്ചാൽ എൻ ഓഫ് യു യൂണിവേഴ്സൽ സെറ്റിലെ എണ്ണമാണ് 600. ടിയും യൂണെ ചേർക്കുന്നത് അല്ല 600. ഓക്കെ, മറന്നു പോകരുത്. എന്നോ യൂണിയൻ അല്ല 600. എൻ ഓഫ് യു ആണ് 600. ടി യൂണിയൻ സി വെച്ച അർത്ഥം എന്തുവാ? ടീ കുടിക്കുന്നവരും കോഫി കുടിക്കുന്നവരും തമ്മിൽ ചേർക്കുന്നതാണ് 600. അതല്ല, 600 പേരിനകത്ത് നിന്ന് കുറച്ചുകൂടെ നമ്മൾ എടുക്കുകയാണ്. മാറിപ്പോരുത് കേട്ടോ, മാറിപ്പോരുത്. അടുത്തത് 225 കഴിഞ്ഞു. അടുത്തതാണ് 100 we are taking both tea and coffee. രണ്ടും ഉപയോഗിക്കുന്നവര് both tea and coffee ഉപയോഗിക്കുന്ന എത്ര പേരാണ്? both tea and coffee ഉപയോഗിക്കുന്നവര് n of both എന്താണ്? t intersection c എത്ര പേരാണ്? 100 പേര്. 100 പേര് കേട്ടോ, 100 പേരാണ്. ഞാൻ മുമ്പ് ഒരു കാര്യം പറയാൻ പറ്റുപോയി. കോഫിയുടെ എൻ ഓഫ് സി, കോഫി മാത്രം കുടിക്കുന്ന എത്ര? 225 പേര്. കോഫി കുടിക്കുന്ന എത്ര പേരാണ്? 225 പേരാണ് എന്ത് കുടിക്കുന്നത്? കോഫി കുടിക്കുന്നതായിട്ട് ഉള്ളത്. അപ്പൊ എന്നോ ടി ഇന്റർസെക്ഷൻ സിയും കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അതാണ് ഏറ്റവും അത്യാവശ്യം. ഫൈൻഡ് ഹൗ മെനി സ്റ്റുഡൻസ് വി ആർ ടേക്കിംഗ് നെയ്തർ ടീ നോർ കോഫി. നെയ്തർ നോർ നമ്മൾ എവിടെ പഠിക്കുന്ന? നമ്മുടെ ഇംഗ്ലീഷിനകത്ത് ഗ്രാമർ പോർഷൻ പഠിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നെയ്തർ നോറും എയ്തർ ഓറും. ഈ രണ്ട് സാധനം എവിടെ വരും? മാത്തമാറ്റിക്സിനകത്ത് വരും. ഓക്കെ, എന്തൊക്കെയാ? നെയ്തർ നോറും എയ്തർ ഓറും. എന്തുവാ നെയ്തർ നോറ്? അതുമില്ല ഇതുമില്ല. രണ്ട് സാധനം ഇല്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? നെയ്തർ നോറിന് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ സെറ്റിന്റെ സിമ്പിൾ അറിയണ്ട. നെയ്തർ നോറിന്റെ എന്തുവാ നെയ്തർ നോറിന്റെ സിമ്പിൾ സെറ്റിനകത്ത് ഉപയോഗിക്കുന്നത്? എന്നോ പഠിച്ചോണേ. ടി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ്. നെയ്തർ നോറിനെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ എന്താ മക്കളെ? എന്നോ ടി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ്. എഴുതി വെച്ചോ, മറക്കരുത്. എന്തിനെ കാണിക്കുന്ന സിമ്പിളാ? നമ്മളുടെ നെയ്തർ ടീ നോർ കോഫി. എന്റെ സിമ്പിൾ എന്തുവാ? ഫസ്റ്റ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ സെക്കൻഡ് കോംപ്ലിമെന്റ്. എന്തുവാണ് എൻ ഓഫ് ടി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ്? ഹോൾ കോംപ്ലിമെന്റ് കുടിക്കുന്നത്. നമ്മൾ കോംപ്ലിമെന്റ് കാര്യം നമ്മൾ നേരത്തെ പഠിച്ചതായിരുന്നു. എന്ത് ചെയ്താൽ മതി? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും, അതായത് എൻ ഓഫ് യുവിൽ നിന്നും എന്തിനെ കുറച്ചാൽ മതി? എൻ ഓഫ് ടി യൂണിയൻ സിയെ കുറച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്തിനെ കണ്ടുപിടിക്കണം? എൻ ഓഫ് ടി യൂണിയൻ സിയെ കണ്ടുപിടിക്കണം. ഇത്രയും സ്റ്റെപ്പ് എഴുതി വെച്ചാണ്. കാരണം മാർക്കുള്ള 3 മാർക്കോ 4 മാർക്കോ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ ഇത് കേട്ടോ. അപ്പൊ എൻ ഓഫ് ടി യൂണിയൻ സി കാണണ്ടേ? എൻ ഓഫ് ടി യൂണിയൻ സി കാണുന്ന ഫോർമുല എന്തുവാ? എൻ ഓഫ് ടി യൂണിയൻ സി കാണുന്ന ഫോർമുല നമുക്കറിയാം. എന്താണ്? എൻ ഓഫ് ടി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ സി. മുകളിലേക്ക് നോക്കിക്കോട്ടോ. അപ്പൊ നമ്മുടെ മുകൾ വശത്ത് നോക്കുക, ക്വസ്റ്റ്യന്റെ സൈഡിലാണ് നോക്കുക. ഞാൻ അവിടെ എന്ത് ചെയ്യാം? ചെയ്തുതരാം. നോക്കിയോ ഇങ്ങനെ ചെയ്യുന്നു. എൻ ഓഫ് ടി എത്ര? എൻ ഓഫ് ടി 150 പ്ലസ് എൻ ഓഫ് സി എത്ര ആയിരുന്നു? 225 മൈനസ്
n of t intersections ഇത്ര 100. 225 100 പോയി എത്ര കിട്ടും നമുക്ക് 125 കിട്ടും. 150 പ്ലസ് 125 എത്ര കിട്ടും 5 7 1 2 2 7 5 275 നമുക്ക് കിട്ടും. ഓക്കെ, ഞാൻ കുറച്ചൊക്കെ ഞാൻ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം കേട്ടോ. പെട്ടെന്ന് നോക്കുന്ന സമയത്ത് തെറ്റുണ്ടെങ്കിൽ പറയാം. 225 100 പോയി നമുക്ക് എത്ര കിട്ടും 125 എന്ന് പറഞ്ഞ ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, 125 ആൻസർ നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. അത് 150 പ്ലസ് 125 എത്രയാണ് 275. നമുക്ക് വേണ്ടത് ഇതാണ് n of t union c the whole complement. അത് കാണാൻ എന്ത് ചെയ്താൽ മതി will be equal to 600 നിന്നും എന്തിനെ മൈനസ് ചെയ്യുക 275 മൈനസ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും 25 കൂടെ 300 ആയി. 325 എത്ര നമുക്ക് ആൻസർ കാണാൻ പറ്റുന്ന കുറക്കില്ല. 325 ആൻസർ 325 കുറയ്ക്കുമ്പോൾ 600 മൈനസ് 275 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും 325. പെർഫെക്റ്റ് അല്ലേ? നെയ്തർ നോട്ട് ആൻസർ കിട്ടിയില്ലേ? എത്ര 325. പെർഫെക്റ്റ് ആണല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കൊണ്ടാണ് കേട്ടോ. ക്വസ്റ്റ്യന്റെ ചോദ്യം വരാം. നെയ്തർ നോട്ട് ഇതേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം നിങ്ങളുടെ ഫൈനൽ എക്സാമിനേഷന്. പഠിച്ചു വെച്ചോണേ, പ്രീവിയസ്ലി ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് എന്തായിട്ട് ചോദിക്കാം പ്രീവിയസ് ആയിട്ട് ഈ വരുന്ന 2021 നിങ്ങളുടെ ഫൈനൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും വരാം. ഇപ്പൊ നെയ്തർ നോട്ടിന്റെ സിമ്പിൾ നമ്മൾ പഠിച്ചു. പഠിക്കാത്തതുണ്ടെങ്കിൽ ഇപ്പൊ പഠിക്കണം. നെയ്തർ നോട്ടിന്റെ സിമ്പിൾ എന്തുവാ n of t കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ c കോംപ്ലിമെന്റ്. അതാണ് നമ്മൾ എന്തിന്റെ സിമ്പിൾ എന്ന് പറഞ്ഞാല് എന്തിന്റെ സിമ്പിളാ നമ്മളുടെ നെയ്തർ നോറിന്റെ സിമ്പിൾ. മറന്നു പോകരുത് കേട്ടോ. ഓക്കെ ആണല്ലോ, പെർഫെക്റ്റ് ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കി അടുത്ത ചോദ്യം. If u equal to 1 2 3 4 5 6 7 8 9, a equal to 2 4 6 8, b equal to 2 3 5 7 എങ്കിൽ വെരിഫൈ ചെയ്യണം a യൂണിയൻ b the whole complement a complement intersection b complement ഈക്വൽ ആണ് നമ്മൾ വെരിഫൈ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ a complement കാണുക. സോ a complement ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും a complement യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എന്തിനെ കുറയ്ക്കുക a കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും a complement കിട്ടും. a complement എന്താ നോക്കാം നമുക്ക്. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് a കുറയ്ക്കുമ്പോൾ 1 3 5 7 9. ഇനി b complement എന്ത് വരും 1 4 5 ഉണ്ട് 6 8 9. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് a കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ b കോംപ്ലിമെന്റ്. രണ്ടിലും കോമൺ ആയിട്ട് ഏതൊക്കെയാ 1 കോമൺ ആയിട്ട് വരുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ 3 ഇല്ല 5 ഇല്ല 7 ഇല്ല 9 ഇല്ല 9 ഉണ്ട്. 1,9 ആണ് എന്തായിട്ട് വരുന്നത് കോമൺ ആയിട്ട് വരുന്നത്. അടുത്ത നമുക്ക് എന്ത് കാണാം a യൂണിയൻ b കാണാം. a യൂണിയൻ b ഈക്വൽ ടു തമ്മിൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും 2 3 4 5 6 7 8 എന്ന് വരും. a യൂണിയൻ b the whole complement യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും a യൂണിയൻ b കുറയ്ക്കാൻ എന്ത് കിട്ടും 1 ഇല്ല 1. പിന്നെ എന്തോ ഇല്ലാത്ത 2 3 4 5 6 7 8 എല്ലാം ആണ്. പിന്നെ എന്തോ ഇല്ലാത്ത 9 1,9. അപ്പൊ എന്ത് ഈക്വൽ ആണ് നമ്മളുടെ എന്ത് a യൂണിയൻ b the whole complement ഈക്വൽ ടു a complement intersection b complement ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും വെരിഫൈ ആയി. വെരിഫൈ ആകുമ്പോൾ നിർത്തരുത്, അവസാനം എഴുതി വെക്കണം സ്റ്റെപ്പിനകത്ത് എന്ത് ദാറ്റ് ഈസ് ഓർ therefore അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും ഈ ഇക്വേഷൻ എഴുതണം. എന്തുകൊണ്ട് a യൂണിയൻ b the whole complement ഈക്വൽ ടു a complement intersection b complement. നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് നിർത്തുകയല്ല ചെയ്യേണ്ടത്, അതിന് നമ്മൾ എന്ത് ചെയ്യണം എഴുതി വെക്കണം. ഓക്കെ, പെർഫെക്റ്റ് ആണല്ലോ. അടുത്ത ചോദ്യമുണ്ട് if a and b are two disjoint sets with n of a equal to 4 n of b equal to 2 then n of a minus b എത്ര ആണ്? ഇത് നമ്മൾ ചെയ്യുന്ന വെൻ ഡയഗ്രാം വെച്ചാണ്, അല്ല നമുക്ക് ചെറിയ ലോജിക് ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. പറ n of a minus b യുടെ വാല്യൂ എത്ര നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാം. രണ്ടാമത്തെ ചോദ്യം if a and b are two disjoint sets with n of a equal to 4 n of b equal to 2 അങ്ങനെയാണെങ്കിൽ n of a minus b യുടെ വാല്യൂ എത്രയാണ് നിങ്ങൾക്ക് അറിയാൻ തരികയാണ് ചെയ്യുക. എത്രയായിരിക്കും n of a minus b യുടെ വാല്യൂ? എത്ര ആൻസർ അറിയാമോ? n of a minus b യുടെ വാല്യൂ 4 ആണ് കേട്ടോ. 4 n of a minus b യുടെ വാല്യൂ എന്താണ് 4 ആണ്. കാരണം എന്തുകൊണ്ടാ അറിയാമോ? a and b are two disjoint sets.
അത് ഡിസ്ജോയിന്റ് ആണ്, ജോയിന്റ് ആണ്, ഒന്നുമില്ല. അപ്പൊ എയിൽ നിന്ന് ബി യെ കുറയ്ക്കുമ്പോൾ എന്ത് തന്നെയാണ് കിട്ടുന്നത്? എ തന്നെയല്ലേ കിട്ടുന്നത്. രണ്ട് ഡിസ്ജോയിന്റ് സെറ്റ്സുകളാണ്, കോമൺ ആയിട്ട് യാതൊരു എലമെന്റ്സും ഇല്ല. അങ്ങനെ എയിൽ നിന്ന് ബി യെ നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് തന്നെ കിട്ടുന്നത്? എ എന്ന് പറയുന്ന സെറ്റ് തന്നെ കിട്ടുന്നത്. അപ്പൊ എയിൽ എത്ര എണ്ണം ഉണ്ട്? 4 പേരുണ്ട്. അപ്പൊ എൻ ഓഫ് എ മൈനസ് ബിയിൽ എത്ര പേരുണ്ട്? 4 പേരുണ്ട്. ഇത്രേ ഉള്ള കാര്യം. രണ്ടും എന്ത് സെറ്റ് ആണ് പറഞ്ഞിട്ടുണ്ട്? ഡിസ്ജോയിന്റ് സെറ്റ് ആണ്. ഡിസ്ജോയിന്റ് രണ്ടും കോമൺ ഇല്ല. കോമൺ ഇല്ലെങ്കിൽ നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. സോ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? എൻ ഓഫ് എ മൈനസ് ബിയുടെ വാല്യൂ എത്രയാണ്? 4 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. Let x such that x element of n 1 less than or equal to x less than or equal to 5. Find the number of elements in A. A യിൽ എന്തുമാത്രം എലമെന്റ്സ് ഉണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കിക്കോളൂ. A equal to സെറ്റ് എന്തൊക്കെ വരും? നാച്ചുറൽ നമ്പർ. അപ്പൊ നാച്ചുറൽ നമ്പർ 1 less than or equal to x less than or equal to 5 എന്ന് വെച്ചാൽ 1 ഉം 5 ഉം വരും എന്നാണ് അർത്ഥം. അപ്പൊ 1, 2, 3, 4, 5. 1, 2, 3, 4, 5. ആൻസർ ആയല്ലോ. A കിട്ടി. അപ്പൊ എത്ര എലമെന്റ്സ് ഉണ്ട്? 2, 4, 5. Find the number of elements in A. A എത്ര എലമെന്റ്സ് ഉണ്ട്? 5 നമ്പേഴ്സ്. ഒന്നാമത്തെ ആൻസർ ആയി. രണ്ടാമത്തെ നമ്മൾ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. A ഇന്റർസെക്ഷൻ B യൂണിയൻ C ഇതിന് ഈക്വൽ ആണ് വെരിഫൈ ചെയ്യണം. നമുക്ക് നോക്കാം. B യൂണിയൻ C എന്തുവാ? B യും C യും തമ്മിൽ കമ്പൈൻ ചെയ്യാം. അപ്പൊ B യൂണിയൻ C കിട്ടും. B യൂണിയൻ C ഈക്വൽ ടു 1, 2, 3, 4, 5, 6, 8, 9, 10. 1, 2, 3, 4, 5, 6, 8, 9, 10. അതാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ബി യൂണിയൻ സി. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. എന്തോ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി? നോക്കിയേ, തമ്മിൽ കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാ? 1, 2, 3, 4, 5. അപ്പൊ 1, 2, 3, 4, 5 ആണ് എന്താണുള്ളത്? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സിക്ക് അത് കോമൺ ആയിട്ടുള്ളത്. ഇനി അടുത്ത നമുക്ക് വെരിഫൈ ചെയ്യാൻ അറിയാമല്ലോ. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണെന്ന് നോക്കുകയാണ്. അടുത്ത റൈറ്റ് സൈഡ് എടുക്കാം. റൈറ്റ് സൈഡ് എടുത്തോ. റൈറ്റ് സൈഡ് A intersection B കാണും അല്ലേ? A intersection B നോക്കിയോ. A intersection B equal to A intersection B എന്തുവാ? A യിലും B യിലും കോമൺ ആയിട്ടുള്ള ഏതൊക്കെയാ? 2 ഉം 3 ഉം. A യിലും B യിലും കോമൺ ആയിട്ടുള്ളത്. ഇനി A intersection C. A യിലും C യിലും കോമൺ ആയിട്ടുള്ള ഏതൊക്കെയാ? 1 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ഇതിലെ യൂണിയൻ എന്തിന്റെ യൂണിയനാ? A ഇന്റർസെക്ഷൻ B യൂണിയൻ A ഇന്റർസെക്ഷൻ C. എന്ത് കിട്ടും? ഇത് തമ്മിൽ യൂണിയൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1, 2, 3, 4, 5 എന്ന് കിട്ടും. അതെന്താണ്? ഇതല്ലേ A ഇന്റർസെക്ഷൻ B യൂണിയൻ A ഇന്റർസെക്ഷൻ C എന്താണ്? A ഇന്റർസെക്ഷൻ B യൂണിയൻ C ഈക്വൽ ടു 1, 2, 3, 4, 5 ആണ്. ഓക്കേ, കുഴപ്പമൊന്നുമില്ല. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചോദ്യം എന്തുവാ? ഇഫ് x and y are two sets such that n of x equal to 17. അടുത്ത ചോദ്യം n of x equal to 17, n of y equal to 23, n of x union y equal to 38 എങ്കിൽ n of x intersection y കാണണം. n of x intersection y കാണുന്ന ഫോർമുല എന്തുവാ? നമ്മൾ എന്ത് ചെയ്താൽ മതി? n of x plus n of y minus n of x intersection y. നമ്മൾ അത് x യൂണിയൻ y എന്ന ഫോർമുല നമ്മൾ അതിനെ അങ്ങോട്ട് x യൂണിയൻ y ഇങ്ങോട്ട് കൊണ്ടുവന്ന് x intersection y അങ്ങോട്ട് കൊണ്ടുവന്നു. അത്രയും ചിന്തിച്ചാൽ മതി. അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഓക്കെ, എന്നാണോ ഇല്ല ഉടനെ ഉള്ളു കേട്ടോ. x യൂണിയൻ y ആണ്, x യൂണിയൻ y. ഓക്കെ, നമുക്ക് നോക്കാം. n of x എത്ര? 17 പ്ലസ് 23 മൈനസ് 38. 7, 3, 10, 2, 3, 40. 40 മൈനസ് 38 എത്ര കിട്ടും? 2. എല്ലാവർക്കും അറിയാം. അപ്പം പ്രാക്ടിക്കൽ പ്രോബ്ലത്തിന്റെ ചോദ്യം നമ്മൾ രണ്ടാണ് നോക്കി. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നോക്കിയാലും നേരത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ അതുപോലെ തന്നെ ഇവിടെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. മറന്നു പോയത് രണ്ടും തമ്മിൽ കേട്ടോ. രണ്ട് ടൈപ്പ് ആ ഒരു എസ്സേ ടൈപ്പ്, അവർ എസ്സേ ടൈപ്പ് രീതിയിലെ ഫോർമുലാസും ചോദിക്കാം. ഈ ഒരു ടൈപ്പ് രീതിയിലെ ഫോർമുലാസ് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മൾ നോക്കിയ കാര്യങ്ങൾ നമ്മൾ നോക്കിയേക്കണം. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പൊ സെറ്റ്സിന്റെ നമ്മുടെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെറ്റ്സ് ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.